ശരിക്കും പറഞ്ഞാൽ സഭകളിൽ ഇന്ന് ഈ പാസ്റ്റർമാർ ശുശ്രൂഷിക്കുന്ന അവരുടെ സഭകളിൽ ഒരു സുവിശേഷനെ കാണിച്ചു തരാൻ പറ്റുമോ? ശരിക്കുള്ളൊരു സുവിശേഷനെ കാണിച്ചു തരാൻ പറ്റുമോ? ട്രാക്ട് കൊടുക്കുന്നവരെ കാണിക്കാൻ പറ്റും. ശരിക്കുള്ളൊരു സുവിശേഷനെ കാണിക്കാൻ പറ്റുമോ? ആ സുവിശേഷകൻ പോയാൽ ഒരു പട്ടണത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നാൽ ഒരു വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ വീടിന് സമാധാനം പറയുന്ന ഒരു ശുശ്രൂഷനെ കാണിക്കാൻ പറ്റുമോ? ആ പട്ടണത്തിന് സമാധാനം പറയുന്ന ഒരു ശുശ്രൂഷനെ കാണിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു തെരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് തെരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാരെ കാണാനുള്ളത് അനുസരണക്കേടാണ് മുഴുവൻ. കർത്താവിന് യോഗ്യമായ രീതിയിലല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ പൗലോസ് പറഞ്ഞത് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. സ്തോത്രം. ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞതുപോലെ മാതൃകാപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ വലിയ വലിയ ശുശ്രൂഷകന്മാർ ഉണ്ടല്ലോ, വലിയ വലിയ മെഗാ ശുശ്രൂഷകന്മാരുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കി, ക്രിസ്തുവിൽ തികഞ്ഞ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ എന്ത് ശുശ്രൂഷയാണ് നടക്കുന്നത്? അവിടെ വ്യക്തമായി പറയുന്നുണ്ട് 29-ാമത്തെ വാക്യം, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലിരിക്കാൻ അവർക്ക് നേരമില്ല. അവർക്ക് കാറുകളും ബംഗ്ലാവുകളും പണവും പണക്കൊഴുപ്പിന്റെ പ്രൗഢിയിലാണ് അവിടെ നടക്കുന്നത്. അവർക്ക് എങ്ങനെ ദൈവസന്നിധിയിലിരിക്കാൻ കഴിയുന്നു? പ്രിയപ്പെടുന്നു, വിശ്വാസത്തിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു, ഇപ്പോൾ ആയിരിക്കുമ്പോൾ എന്തുണ്ട്? ഒന്ന് മനസ്സിലാക്കി. ഇതെല്ലാം എവിടുന്ന് വന്നു? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നാശത്തിലേക്ക് പോകുന്നതാണ്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് പോകുന്നത്. ഈ നാശത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, അവരോട് വേർപെട്ടിരിക്കും. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം വിട്ട് നടക്കുന്ന ഏതൊരു സഹോദരനോടും അകന്നിരിക്കണമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം ആജ്ഞ. അതനുസരിക്കാൻ കഴിവുണ്ടോ? ആർക്കെങ്കിലും സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദൈവരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരിൽ നിന്ന് വേർപെട്ടിരിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ വരവ് എത്രയും ആസന്നമായി. ഇന്ന് കാണുന്ന ഈ സമ്പ്രദായങ്ങളൊന്നും കർത്താവിന് ഹല്ലേലൂയ സ്തോത്രം യോജിച്ചതല്ല, വചനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ, ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല.